ചാനൽ കണ്ട് ഇഷ്ടമല്ല ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ബർഗറിൻ്റെത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. നമ്മൾ ചിക്കൻ മേടിച്ചായിരുന്നല്ലോ, അങ്ങനെ ബ്രെഡൊക്കെ പൊടിച്ച് മാറ്റി വെച്ചു. ചിക്കൻ കുറച്ച് എടുത്ത് വെച്ചത് വെള്ളം നല്ലോണം കളഞ്ഞിട്ട് എടുക്കണമെന്നിങ്ങനെ പറഞ്ഞ് നമ്മൾ ചെയ്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ട്. അങ്ങനെ നമ്മൾ നല്ലോണം അരച്ചില്ല എന്നാൽ അരഞ്ഞു എന്ന രീതിയിൽ. പിന്നെ സവാള എടുക്കണ്ട, പക്ഷേ എനിക്ക് ഇവിടെ സവാള ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊച്ചുള്ളി എടുത്തത്. പിന്നെ മുട്ട, വറ്റൽമുളക്, വെളുത്തുള്ളി, വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരൊഴിക്കാം, അല്ലെങ്കിൽ സോയാ സോസ് ആയിരുന്നു എന്ന് തോന്നുന്നു ഒഴിക്കേണ്ടത്. അങ്ങനെ അതെല്ലാം ഇട്ട് പേസ്റ്റാക്കി അടിച്ചെടുത്തിട്ട് നമ്മൾ ചതച്ചെടുത്ത ഇറച്ചിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോഴാണ് ഈ ബ്രെഡ് പൊടിയുടെ ആവശ്യം വരുന്നത്. നമ്മൾ ഈ മിക്സിയിൽ അടിച്ചു വെച്ചിരുന്നത് എല്ലാം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതൊന്ന് ലൂസാവും ചിക്കൻ. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ബ്രെഡ് നമ്മൾ ആവശ്യാനുസരണം കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴും പേടിയാണ്, ഇത് ഫ്ലോപ്പാവുമോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഉള്ള സാധനങ്ങളെല്ലാം വെച്ച് തട്ടിക്കുട്ടി ഉണ്ടാക്കി, പക്ഷേ ടേസ്റ്റ് അപാരമായിരുന്നു. അങ്ങനെ വേണ്ട മിക്സ് എടുത്തപ്പോഴത്തേക്ക് കയ്യിലൊട്ടാത്ത രീതിയിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പൊടി ചേർക്കുന്നത് മാറ്റിവെച്ച് ആവശ്യമുള്ള ബ്രെഡ് പൊടി ചേർത്ത് പിന്നെ അത് പരത്തി ബന്നിൻ്റെ ആ ഒരു വലിപ്പത്തിൽ തന്നെ പരത്തി എടുത്ത് വെച്ച്. പിന്നെ ഇത് മൈദാമാവ്, ഇച്ചിരി അതിനാവശ്യമുള്ള ഉപ്പ്, ഒരു മുട്ട, പിന്നെ പച്ചവെള്ളം ഒഴിച്ച് അത് നല്ല ലൂസായിട്ട് നമ്മൾ ഇത് മുക്കണമല്ലോ. ഈ നമ്മൾ പരത്തി വെച്ചേക്കുന്ന ചിക്കൻ്റെ ആ ഇതെടുത്ത് മുക്കി ബ്രെഡ് പൊടിക്കകത്തിട്ട് നമ്മൾ കോട്ട് ചെയ്താണ് എടുക്കുന്നത്. അങ്ങനെ നല്ല കോട്ട് ചെയ്തൊക്കെ വെച്ച് പിന്നെ അധികം ഇതാക്കി നിൽക്കേണ്ട, നമ്മൾ മൊരിച്ചെടുക്കുമ്പോൾ അത് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ തീയിലിട്ട് തന്നെ അത് വേവിച്ചെടുക്കുക. കാരണം ഇച്ചിരി കട്ടി കൂട്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ചെറിയ തീയിലിട്ടാണ് വേവിച്ചെടുത്തത് ഓരോന്നും. പിന്നെ ബന്ന് എല്ലാം മുറിച്ച് കട്ട് ചെയ്ത് വെച്ച് അപ്പോഴത്തേക്ക് നമ്മൾ വറുത്തെല്ലാം കോരി. പിന്നെ മയോണൈസൊക്കെ നമ്മൾ തന്നെ വീട്ടിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ടൊമാറ്റോ കച്ചപ്പ് മാത്രം കടയിൽ നിന്ന് മേടിച്ച്. ചില്ലി സോസും ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ വറ്റൽമുളകൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് ഉണ്ടാക്കാനായിട്ട് ഇന്നില്ല. മറ്റേതിനുള്ള വറ്റൽമുളകേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ അതിനുള്ള ഇത് കൂട്ട് തയ്യാറാക്കണമല്ലോ ബന്നിനകത്ത് തേക്കാൻ. അപ്പം ഞാൻ മയോണൈസ് എത്ര എടുത്തോ അതിൻ്റെ പകുതി ടൊമാറ്റോ സോസും പിന്നെ ഇച്ചിരി എരിക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ദോശക്കല്ലി വെച്ചിട്ട് നമ്മൾ ചീസൊന്ന് വെച്ച് മെൽറ്റാക്കാനായിട്ട് ദോശക്കല്ലിൽ ചെറിയ തീയിലിട്ടിട്ടാണ് വെച്ച് കൊടുത്തത്. ഒന്ന് അടച്ചു വെച്ചാൽ മതി, ഒരു 5-6 മിനിറ്റിനുള്ളിൽ. തീ കൂട്ടി വെക്കില്ല, കാരണം നമ്മുടെ ചിക്കൻ്റെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കട്ട്ലേറ്റ് കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി വരും. 86 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു ചീസ്. 4 സ്ലൈസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ കൊള്ളായിരുന്നു സംഭവം. അങ്ങനെ പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച മയോണൈസിൻ്റെ ആ ഒരു കൂട്ടിട്ട് പിന്നെ തക്കാളി, സവാള, വേറെ ലെക്ചൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് പിന്നെ നമ്മൾ കട്ട്ലേറ്റ് നമ്മൾ ഇത് ചെയ്ത് വെച്ചായിരുന്നല്ലോ, ചൂടാക്കി വെച്ചായിരുന്നല്ലോ, കട്ട്ലേറ്റ് എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ ആ സോസ് മേളിൽ അടയ്ക്കുന്ന ആ ബന്നിലൂടെ ചേർത്ത്. അത് മെയിനായിട്ട് ചേർക്കണം, അല്ലെങ്കിൽ നമ്മളെ ബന്ന് ഇതിൻ്റെ മേളിൽ നിന്ന് ചീസിൻ്റെ മേളിൽ നിന്ന് താഴോട്ട് വീഴുതാകുമ്പം ഒരു ഒട്ടിപ്പിടിച്ച അവസ്ഥയിൽ രണ്ടും സെറ്റായിട്ട് ഇരിക്കും. പിന്നെ കഴിക്കുമ്പോഴും ടേസ്റ്റായിരുന്നു. അപ്പം സംഭവം സക്സസ് ആയി. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക.